എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ എടുക്കുന്നത് കരുവറ്റ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജെയിംസ് UP സ്കൂളിൻ്റെ വാതിൽക്കൽ നിന്നാണ്. കരുവറ്റ സെൻറ്റ് ജെയിംസ് UP സ്കൂൾ കരുവറ്റ, ഈ സ്കൂളിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയും അതിനുശേഷം സ്കൂൾ മതിൽ കെട്ടി ഈ വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ സ്കൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കാലവർഷം തുടങ്ങിയപ്പോൾ ഈ ഹൈവേ എന്ന് വരുന്ന സർവീസ് റോഡിലോട്ട് മറ്റ് ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം സർവീസ് റോഡ് വഴി ഈ സ്കൂളിൻ്റെ അകത്ത് കയറി ഈ സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ടീച്ചർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനെപ്പറ്റി അവരോട് അന്വേഷിക്കാം. ഈ കുട്ടികൾ എങ്ങനെ വന്ന് പഠിക്കും ഈ സ്കൂളിൽ? ഇതിന് വേണ്ട നടപടികൾ നിർമ്മാണ അതോറിറ്റി ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതിന് വേണ്ട സഹായങ്ങൾ കരുവറ്റ ഗ്രാമപഞ്ചായത്ത് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും കുട്ടികൾക്ക് ഈ സ്കൂളിൽ വന്ന് പഠിക്കുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയാണ് ഈ കാണുന്നത്. തുടരെ 2-3 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സ്കൂൾ അടച്ചിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമസ്കാരം ടീച്ചർ. ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നോ ടീച്ചറെ? ആ, അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ നമ്മുടെ ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ വന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല. കുറച്ച് കുഴിയായിട്ട് കിടക്കുമായിരുന്നേ. പക്ഷെ ഈ റോഡ് വന്നതിന് ശേഷം അവിടുത്തെ ഹോൾ ഇട്ടേക്കുമായിരുന്നു. ഹോളിൽ കൂടെ ഈ വെള്ളം പാഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നമ്മളിതൊരു ഹമ്പ് വെച്ചു. എന്നിട്ടും ആ വെള്ളം പാഞ്ഞു വരുന്നത് കാരണം ഇതിവിടെ വന്ന് കെട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ അതായത് ഹൈവേയുടെ മറ്റു ഭാഗത്ത് ഉള്ള വെള്ളം സർവീസ് റോഡ് വഴി അവർ മതിലിൽ കൊടുത്തിരിക്കുന്ന ഹോൾ വഴി വെള്ളം ഇവിടോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ഡ്രെയിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കെട്ടുന്ന സമയമേ ഞങ്ങൾ പറഞ്ഞു ഇത് സ്കൂളിന്റെ മുൻവശമാണ് സാറേ, ഇവിടെ വെള്ളം കെട്ടുവന്ന്. അപ്പൊ അവരുടെ അത് പിന്നെ പ്ലാനിലുള്ളതാ. അപ്പൊ അവിടെ തന്നെ അവര് ഡ്രെയിൻ ചെയ്ത് വെച്ചു. അപ്പൊ എല്ലാ വെള്ളവും ഇങ്ങോട്ട് ഒഴുക്കി വിടാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമുക്കിപ്പോ ഇത് പരാതി നിവേദനം വല്ലയിടത്തും കൊടുത്തോ? പരാതി കൊടുത്തിട്ടുണ്ടോ? നിവേദനം കൊടുത്തില്ല സാറേ. 2 പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിലും പറഞ്ഞു. അവിടെ ഇന്ന് ടീച്ചറെ, ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഒരു സ്കൂള് അല്ലാത്തത് കൊണ്ട് മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പഞ്ചായത്ത് സഹായം ചെയ്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഹൈവേ നിർമ്മാണ അതോറിറ്റിക്ക് നമ്മൾ പരാതി കൊടുക്കണം. പരാതി കൊടുത്തിട്ട് ഈ വീഡിയോ ഉൾപ്പെടെ അവരുടെ ശ്രദ്ധപ്പെടുത്തി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. അതെ, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ ഷൂ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാലോ ഒന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ സ്കൂളിൽ അധ്യാപകർ പഠിത്തം നടത്തുന്നത്? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് വേണ്ട നടപടി സ്വീകരിക്കണം. പറഞ്ഞോട്ടെ ടീച്ചറെ. അതെ, അല്ല ഈ സാഹചര്യമാണെങ്കിൽ അവർ പറയുന്നത് തെറ്റില്ലല്ലോ. ഉണ്ട്. അപ്പോൾ ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നോ? അപ്പോൾ അതിൽ നിന്നും എന്താണ് നമ്മൾ സ്വീകരിച്ച നടപടി? ആദ്യത്തെ കാര്യം. ഇവിടുത്തെ ഒരു എന്തോ ടീച്ചറെ ഈ ഹോൾ ഇട്ടേക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ വന്ന്
മുറ്റത്തേ ഉള്ളൂ. അത് അപ്പുറത്തെ ഭാഗത്തേക്ക് കൊടുക്കാൻ സ്ഥലമുണ്ട്. ഉണ്ട്. ആ ഹോൾ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെറുതെ കിടക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇപ്പൊ എല്ലാ ഹോളിട്ടേക്ക് നേരത്തെ ഇപ്പൊ പാഞ്ഞു വരും. മഴ പെയ്യുമ്പോഴത്തേക്ക് സ്പീഡിൽ ഇങ്ങോട്ട് ഒഴുകി വരും. അത് നമ്മുടെ മെയിൻ റോഡ്, അതായത് ഇനി പണി തീരുമ്പോൾ മെയിൻ റോഡിൽ കൂടെ ഉള്ള വെള്ളം സർവീസ് റോഡിൽ വന്ന് അത് ഈ ഓടയിൽ കൂടെ പോകാനാണ് അവർ വെച്ചിരിക്കുന്നത്. അതെ, അതിപ്പോൾ നേരെ കറക്റ്റ് ഈ സ്കൂളിലോട്ടാണ് വരുന്നത് വെള്ളമെല്ലാം. നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇതിന് എന്തെങ്കിലും പരിഹാരം തീർച്ചയായിട്ടും പരിശ്രമിക്കാം. നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടി എല്ലാ ടീച്ചർമാരും വേണ്ട കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്കൂൾ നിലനിൽക്കണം. ഈ സ്കൂളിൽ ഒരു ദിവസം പോലും പഠിപ്പ് മുടങ്ങാൻ പാടില്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി വേണ്ടപ്പെട്ട അധികാരികൾ ഈ സ്കൂളിൻ്റെ ഈ ദയനീയാവസ്ഥ മാറ്റിയെടുക്കണമെന്ന് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് കരുവാറ്റ വാർത്ത.